മാതൃവിലാപത്തോളം ഹൃദയഭേദകമായ മറ്റൊരു വേദനയും ലോകത്തിലില്ല എന്ന് തന്നെ പറയാം. ലോകത്തിലെ ഏറ്റവും വലിയ വേദന പേറ്റുനോവാണെന്ന് പറയുമെങ്കിലും എത്രയോ ഭീകരമാണ് പെറ്റ കുഞ്ഞിനെ ഭൂമിയിൽ നിന്ന് മടക്കി അയക്കേണ്ടി വരുന്ന ഒരമ്മയുടെ ദയനീയ വിലാപം. കണ്ണില്ലാതെ പോകുന്ന ദൈവമെന്ന് പറയാൻ വരട്ടെ, ചില നേരങ്ങളിലൊക്കെ കണ്ണില്ലാതെ പോകുന്നത് മനുഷ്യർക്കാണ്. സർക്കാർ ആശുപത്രികളുടെ അനാസ്ഥയും അവഗണനയും സാധാരണ ജനങ്ങളോടുള്ള നിഷേധാത്മക സമീപനവും കുറച്ചൊന്നുമല്ല കേരളം കണ്ടതും കേട്ടതും. സ്വകാര്യ ജീവിതത്തിൽ പലവിധ പ്രശ്നങ്ങളും ഓരോരുത്തരും അഭിമുഖീകരിക്കുന്നുണ്ടാവും. പക്ഷേ അതൊന്നും തീർക്കേണ്ട ഇടമല്ല തൊഴിലിടങ്ങൾ. പ്രത്യേകിച്ച് ഡോക്ടർ, നേഴ്സ്, പോലീസ്, ഡ്രൈവർ തുടങ്ങിയ വളരെ ശ്രദ്ധയോടെയും കരുതലോടെയും ചെയ്യേണ്ട പല മേഖലയിലും ജോലി ചെയ്യുന്നവർ. ആരോഗ്യരംഗത്ത് ഉന്നത നിലവാരം പുലർത്തുന്ന കേരളത്തിൽ, നിപ്പയെയും കൊറോണയെയും നിസ്സാരമായി അതിജീവിച്ച കേരളത്തിൽ, ആരോഗ്യ സംരക്ഷണ രംഗത്ത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പോലും മാതൃകയായ കേരളത്തിൽ ആശുപത്രി ജീവനക്കാരുടെ അനാസ്ഥയും അശ്രദ്ധയും മൂലം എത്രയോ ജീവനുകൾ പൊലിഞ്ഞു പോയിട്ടുണ്ട്. ഇന്നിപ്പോൾ വീണ്ടും ഒരു വലിയ തീരാനോവ് സമ്മാനിച്ചുകൊണ്ട് ഒരമ്മയുടെ വിലാപം വീണ്ടും ഉയർന്നു കേൾക്കുമ്പോൾ എത്രയൊക്കെ പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് ഇത് അപമാനം തന്നെയാണ്. കോട്ടയം മെഡിക്കൽ കോളേജ് കുട്ടികളുടെ ആശുപത്രിയിൽ കട്ടപ്പന കളീക്കൽ വിഷ്ണു സോമന്റെയും ആശയുടെയും മകൾ 3 വയസ്സുകാരി ഏകപർണികയാണ് ചൊവ്വാഴ്ച രാവിലെ ആശുപത്രി ജീവനക്കാരുടെ അനാസ്ഥ മൂലം മരിച്ചത്. ചികിത്സാ പിഴവാണ് കുട്ടിയുടെ മരണത്തിന് കാരണമെന്നാണ് മാതാപിതാക്കളുടെ ആരോപണം. കുട്ടിയെ നോക്കാൻ പലതവണ നഴ്സുമാരോട് പറഞ്ഞു എന്നും എന്നാൽ അവർ ഒന്നും ചെയ്തില്ല എന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. രാത്രി 1-നിട്ട ട്രിപ്പിൽ നിന്ന് അരക്കുപ്പി പോലും രാവിലെ 7 മണിയായിട്ടും കുട്ടിയുടെ ദേഹത്ത് കയറിയിരുന്നില്ല. കണ്ണുകൾ മിഴിഞ്ഞ് ചുണ്ടുണങ്ങി ശ്വാസം കിട്ടാതെ വന്നപ്പോൾ കുഞ്ഞിനെയുമായി നിലവിളിച്ചുകൊണ്ട് ഡോക്ടർമാരുടെ അടുത്തേക്ക് അമ്മ ഓടുകയായിരുന്നു. ചികിത്സിക്കാനെത്തിയ ഡോക്ടർമാരിൽ ഒരാൾ വിറയ്ക്കുന്നുവെന്ന് പറഞ്ഞ് പിന്നിലേക്ക് മാറി. മറ്റൊരു ഡോക്ടറാണ് ഉടൻ അതിതീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റാൻ നിർദ്ദേശിച്ചത്. അപ്പോഴും അമ്മ തന്നെയാണ് കുട്ടിയുമായി ICUവിലേക്ക് ഓടിയത്. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും കുട്ടി മരിച്ചു എന്നുള്ള വിവരമാണ് പുറത്തറിയിച്ചത്. വന്നപ്പോൾ മുതൽ ഡ്യൂട്ടി നഴ്സ് മോശമായാണ് പെരുമാറിയത് എന്നും ആശ പറയുന്നു. 9 വയസ്സുള്ള മൂത്ത കുട്ടി ആശയോടൊപ്പമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ആ കുഞ്ഞിനെ അവിടെ നിർത്താൻ അനുവദിക്കില്ലെന്നാണ് നേഴ്സ് പറഞ്ഞത്. കുഞ്ഞിന്റെ ആരോഗ്യനില വഷളായപ്പോൾ പലതവണ നഴ്സിനെ അറിയിച്ചെങ്കിലും അവർ തിരിഞ്ഞു നോക്കിയില്ലെന്നും ആശ പറയുന്നു. കുഞ്ഞിന്റെ നില ഗുരുതരമാണെന്ന് അറിഞ്ഞപ്പോൾ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകാമെന്ന് അവർ പറഞ്ഞെങ്കിലും കുട്ടി വെന്റിലേറ്ററിനായതിനാൽ വിടാൻ പറ്റില്ലെന്ന് അധികൃതർ ഉറപ്പിച്ചു പറഞ്ഞു. ആശയും ഭർത്താവ് വിഷ്ണുവും ഇന്നലെ രാവിലെ പ്രത്യേക സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. വൈകിട്ട് ജന്മനാട്ടിൽ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കാരം നടത്തി. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച അനവധി സംഭവങ്ങൾ ഇത്തരത്തിൽ കേരളത്തിൽ വേറെയും ഉണ്ടായിട്ടുണ്ട്. സർക്കാർ ആശുപത്രികളിലെ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതിനോടൊപ്പം അവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ സ്വഭാവശുദ്ധി വർദ്ധിക്കുന്നില്ല എന്ന് വേണം പറയാൻ. പലപ്പോഴും സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്കായി എത്തുന്ന രോഗികളോട് തികച്ചും മനുഷ്യത്വരഹിത സമീപനമാണ് ജീവനക്കാർ കാണിക്കുന്നത്. സർക്കാർ ആശുപത്രികളുടെ മെച്ചപ്പെട്ട നിലവാരവും ആധുനിക സംവിധാനങ്ങളും സാധാരണക്കാരന്റെ കൂടി ആരോഗ്യം വലിയ സാമ്പത്തിക ബാധ്യതയില്ലാതെ മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. മികച്ച ആരോഗ്യമുള്ള ഒരു സമൂഹത്തിന് മാത്രമേ നല്ലൊരു രാജ്യത്തിനെയും സൃഷ്ടിക്കാൻ കഴിയൂ. എത്ര കോടികളുണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ആരോഗ്യമില്ല എങ്കിൽ മറ്റെല്ലാം കേവലം പുൽക്കൊടിക്ക് സമമാണ്. എപ്പോഴും സർക്കാർ ആശുപത്രികളിൽ ചികിത്സാ സഹായം തേടി വരുന്ന രോഗികളോട് ഭിക്ഷയാചിക്കാൻ വരുന്ന ഭിക്ഷക്കാരനോട് കാണിക്കുന്ന അത്രയും നികൃഷ്ടമായ പെരുമാറ്റം കാഴ്ചവെക്കുന്ന സമീപനം പല ഉദ്യോഗസ്ഥർക്കുമുണ്ട്. രോഗിയെ പോലും മർദ്ദിച്ചതും ലൈംഗികമായ ദുരുപയോഗം ചെയ്തതുമായ സംഭവങ്ങളും കേരളത്തിൽ പലപ്പോഴായി ഉണ്ടായി. ആശുപത്രി കെട്ടിടങ്ങൾ പണിഞ്ഞിട്ട് കാര്യമില്ല, അത്യാധുനിക സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ടും കാര്യമില്ല. സാധാരണക്കാരന്റെ കണ്ണീര് തുടയ്ക്കാൻ കഴിയില്ലെങ്കിൽ ഇതൊക്കെ പാഴ്വേല മാത്രമാണ്. പ്രൈവറ്റ് ആശുപത്രിയുടെ കഴുത്തറപ്പൻ കൊള്ളയും അതുമൂലമുണ്ടാകുന്ന വൻ സാമ്പത്തിക ബാധ്യതയും താങ്ങാൻ കഴിയാത്തതാണ് പലരെയും സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കാൻ നിർബന്ധിക്കുന്നത്. എന്നാൽ അത് ഔദാര്യം എന്ന മട്ടിലാണ് പലപ്പോഴും ജീവനക്കാർ പെരുമാറുന്നത്. സർക്കാർ സേവനങ്ങളൊന്നും സാധാരണക്കാരന് ഔദാര്യമല്ല. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഓരോ കസേരയിൽ ഇരിക്കുന്നവരെയും അവിടെ എത്തിച്ചത് സാധാരണക്കാരുടെ വോട്ടുകളാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് സേവനം ചെയ്യേണ്ടത്. അവർ നാടിന് സംഭാവന ചെയ്യുന്നത് എല്ലാം ജനങ്ങൾക്ക് അനുഭവിക്കാനുള്ളതാണ്. ജനങ്ങളുടെ മെച്ചപ്പെട്ട ജീവിത നിലവാരം അവരുടെ അവകാശമാണ്. സർക്കാർ സർവീസിൽ കയറിയിരുന്നുകൊണ്ട് കാണിക്കുന്ന കുങ്കിനെ ഒരമ്മയുടെ കണ്ണുനീരിന് മറുപടി പറഞ്ഞേ പറ്റൂ.